ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. സോ എന്നാൽ ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ എണീക്കാനൊരു 9:30 അപ്പോൾ 9:10 അപ്പോൾ എണീറ്റ് വരുമ്പോഴുള്ള കാഴ്ചയാണിത്. 3 പിടുങ്ങുകളുണ്ടാവും ഇവിടെ, എപ്പോഴും ഉണ്ടാവും. ഞായറാഴ്ച ശനിയാഴ്ചയും അവരെപ്പോഴും ഉണ്ടാവും കേട്ടോ. രസമാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ 3 പേരായിട്ട് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യും. സോ എപ്പോഴും ഞാൻ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ഇവരിവിടെ ഉണ്ടാവും. ഞാനും ഉണ്ടാവും. നമ്മുടെ ഇപ്പുറ സൈഡാ ഇവൻ ചേട്ടൻ, ഇവൻ ഇതിന്റെ താഴെ ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ? അതവിടെ ഒക്കത്തിരിക്കുക. ഹായ് പറ. ഹായ് ഹായ്. ചായ കുടിച്ചോ ചോദിച്ചു. ഹായ് കുട്ടി. ഹായ്. ചായ കുടിച്ചില്ല. എന്താ പറഞ്ഞത്? ചായ കുടിച്ചു. അപ്പൊ ഇവരായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും ഗൈസ്. അപ്പൊ നേരം പോകും. ഒന്നും കഴിച്ചിട്ടില്ല ഗൈസ്. 9 മണിയായി. വിശക്കുന്നുണ്ട്. നീ കഴിച്ചാ? അങ്ങനെ അവരായിട്ടൊക്കെ ഇരുന്നതിന് ശേഷം പല്ല് കഴിച്ചിട്ട് പിന്നെ ചായ കുടിക്കാനിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോൾ ചായ കുടിക്കാതിരുന്നാലും ഈ സാധനത്തിന് ഇട്ടിട്ട് വട്ടാക്കലാണ് പണി. വട്ടാക്കല്ല, ഇതിന് സംസാരം ഭയങ്കര രസമാണ്. സോ നിരഞ്ജനും പപ്പയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇരുന്ന് അതിനെ കളിയാക്കും. കണ്ടായി മുറിച്ചിടും. ഗൈസ്, അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഉണ്ണിയും നിരഞ്ജനും കൂടി ഇങ്ങനെ ഇതാക്കും. അതിന് പാവമാണ്, നല്ല രസമാണ് അതിനിട്ടിരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ നൂൽപൊട്ടും ഉള്ളിക്കറിയായിരുന്നു. അതിന് ശേഷം അങ്ങനെ ഇരിക്കും കേട്ടോ. കുറേ നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി സംസാരിച്ച്. ഞായറാഴ്ച ആകുമ്പോൾ വളരെ ലേറ്റാവും ഞങ്ങളുടെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുളിച്ചില്ല ഗൈസ്, വെറുതെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പാക്ക് ഇടണം, എന്നിട്ട് കുളിക്കണം. ഇതാണ് ഗൈസ്. ഇതിൽ ഉരുളൻകിഴങ്ങ്, ചോറ്, കുറച്ച് തൈരും ചേർത്തിട്ടുള്ള ഒരു പാക്കാണ്. ഇട്ട് നോക്കട്ടെ എന്താവും നോക്കാം. പാക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴിക്കളയും. ഞാൻ മാറ്റി ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രി 9 മണിയാകുമ്പോൾ തിരിച്ചു വരാമെന്നുള്ളൊരു പ്ലാനിനാണ്. ഇനി എന്താവുന്നൊന്നും അറിയില്ല, പോയിട്ട് അറിയാം. സോ ഇതാണ് ഞാൻ സെറ്റ് സാരിയാണ് എടുത്തിരിക്കുന്നത്. ഗുരുവായൂർ പോയി ഗൈസ്. എൻ്റെ പൊന്നെ എന്ത് തിരക്കായിരുന്നു. അയ്യോ നിന്ന് ഞങ്ങളൊരു 4 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഉള്ളിൽ കയറി തൊഴുത്തത്. മര്യാദയ്ക്കൊരു ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇറങ്ങിയതിൻ്റെ ശേഷം കുറച്ച് ക്ലിപ്സ് എടുത്തെന്നല്ലാണ്ട് നേരം പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ആകെ ക്ഷീണമായി എല്ലാവർക്കും. കാരണം അത്രയും നേരം നിന്നല്ലേ, വിശന്നിട്ടും കാല് കടഞ്ഞിട്ടും പിന്നെ എന്നില്ലാത്ത തിരക്ക്. കാരണം പിറ്റേ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആയ കാരണം തലേ ദിവസം വൻ തിരക്കായിരുന്നു. പിന്നെ അവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാത്രി പോയിട്ട് വേഗം വരാമെന്നുള്ള ഒരു 9 മണിക്ക് വരാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 2 മണിയായി ഗൈസ്. പിന്നെ അവിടെ ഡാൻസ് പ്രോഗ്രാംസൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരു സെലിബ്രിറ്റീനെ കണ്ടു. എന്നിട്ട് അങ്ങനെ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ചെറിയ ഉണ്ണിക്കണ്ണിന് വിഷം കെട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 ലിറ്റർ പായസം മേടിച്ചു ഗൈസ്. എന്നിട്ട് അതിൽ 1 ലിറ്ററിൻ്റെ പകുതി പോലെ ഞങ്ങൾക്ക് കുടിച്ചിട്ടുള്ളൂ. ബാക്കി പകുതിയോളം നാശമായിപ്പോയി. എന്ന് വെച്ചാൽ വീട്ടിലെത്തുമ്പോഴത്തേനും ലേറ്റ് ആവുകയും ചെയ്ത്, പിന്നെ ഒക്കെ കേടാവുകയും ചെയ്ത്. അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കൊന്നും തീരെ വയ്യ. എനിക്ക് അതിലേറെ വയ്യ. അത്രയും വയ്യ.
വയ്യാണ്ടായി നിന്നിട്ട്. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ രാത്രി നല്ല രസമാണല്ലോ ഗുരുവായൂർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ മസാല ദോശ, അവർ ഫ്രൈഡ് റൈസും ഒരു ഗോപി മഞ്ചൂരിയാണ് കഴിച്ചത്. അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് വിശപ്പൊക്കെ ഒന്ന് അടങ്ങിയ പോലെ, എന്നാലും ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി വീട്ടിൽ പോകുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.